അതാണ് എബ്രിറ്റൈൻ്റെ വേറൊരു കഴിവ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, സാധാരണ എനിക്ക് മടിയുള്ള ആളാണ്, എനിക്ക് രാവിലെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, രാത്രി എത്ര നേരം വേണമായിരിക്കും, പക്ഷെ രാവിലെ എണീക്കൂല. പക്ഷെ ഈ സിനിമയുടെ ഷൂട്ടിൽ ഞാൻ രാവിലെ 5:30 ആകുമ്പോൾ എണീക്കും, 6 മണിക്ക് സെറ്റിലെത്തും. ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഷൈൻ സാർ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എൻ്റെ സീൻ കഴിഞ്ഞാൽ നമുക്ക് മാറിയിരിക്കാം, വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ ചിലരും എന്താ പറയാ എല്ലാവരും പോയിരിക്കും, ക്യാരവാനിൽ പോയിരിക്കാം. പക്ഷെ നമ്മൾ ഫുൾ ക്രൂ അവിടെ നിന്ന് ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ ഫുള്ളിനെ കണ്ടുകൊണ്ടിരിക്കുക, അവരെങ്ങനെയാ പെർഫോം ചെയ്യുന്നത്. ഞാൻ അലക്ക് ഇതിപ്പോ എനിക്ക് കിട്ടി ഞാൻ എന്താ ചെയ്യുക, പക്ഷെ ഇവർക്ക് കിട്ടുമ്പോൾ ഇവർ എന്താ അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് പറയും. അപ്പൊ ഇതിന്റെ എല്ലാ സീനും ഞാൻ തൊട്ടടുത്തിരുന്ന് കണ്ടിട്ടുണ്ട് ഇവരെന്താ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇവരുടെ അടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ഷൈൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആവണം. കാരണം ഇപ്പൊ കോമഡി വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ജഗതി ചേട്ടനൊക്കെ ചെയ്യണമെന്നില്ലേ, അതിന്റെ അപ്പൊ അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവരെ കണ്ട് പഠിച്ച് അപ്പൊ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവണം. ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും. ഓക്കെ നീ ഇങ്ങനെ ചെയ്ത് നോക്ക്, നീ ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇവരെന്നെ നമുക്ക് പഠിപ്പിച്ചു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഞാനൊരു ഷോട്ട് എടുത്തപ്പോൾ അത് സമയം കഴിയാറായി, 9 മണിയൊക്കെ 9:30 നമ്മൾ പാക്കപ്പ് പോകും, ആ ദിവസം കഴിയും. അപ്പോൾ 9 മണിയായപ്പോഴേക്കും സീനിയർ ആക്ടറിൻ്റെ കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് കോമഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ 1 തവണ പോകും, 2 തവണ പോകും, എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ദൈവമേ. പക്ഷേ എന്തായാലും പറഞ്ഞു പേടിക്കണ്ട, നമുക്ക് ഇനിയും ഇത് എന്താ പറയുക ഇന്നത്തെ ദിവസം തീരെ എനിക്ക് സമയമുണ്ട്, നീ അത്ര ടേക്ക് വേണമെങ്കിലും എടുത്തു. അപ്പം ഞാൻ ഇവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ ഈ സീനിയർ ആക്ടേഴ്സ് നമ്മൾ കാരണം. പക്ഷെ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല, അവർ പിന്നെയും നീ ഇങ്ങനെ ചെയ്ത് നോക്കുക, അപ്പം ശരിയാവും, നീ ടെൻഷൻ ആവണ്ട.